ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ആക്ച്വലി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്ത് കാണും, എന്തിനാണ് ഈ ടീച്ചർ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടേക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരുപാട് ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫോട്ടോ എന്ന് ഞാൻ തിങ്ക് ചെയ്യുന്നൊരു ഫോട്ടോയാണ് ഇത് എടുത്തിട്ട് ഒരു 16 ഇയേഴ്സ് ആയിട്ടുണ്ട്. കാരണം 16 ഇയേഴ്സ് ബിഫോർ എൻ്റെ മാരേജിൻ്റെ മോർണിംഗ് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആ ഒരു മൊമെൻറ്റിൽ അത്രയും ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ തിങ്ക് ചെയ്യുന്നൊരു ഫോട്ടോ ആയതുകൊണ്ടാണ് ഞാനിത് ബാക്ക്ഗ്രൗണ്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി എന്നോട് ഒത്തിരി പേര് ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, മാം ഈ വീഡിയോസൊന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ്ട, കാരണം നമുക്ക് ഇൻ ഫ്യൂച്ചർ ഒത്തിരി സ്റ്റുഡൻസ് നമുക്ക് കുറഞ്ഞു പോകും എന്നുള്ള രീതിയിൽ ഒത്തിരി അഡ്വൈസസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനും തിങ്ക് ചെയ്തു, ഞാൻ ആക്ച്വലി ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഓർമ്മയില്ല, ഒരു 3-4 ഇയേഴ്സ് ആയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ജസ്റ്റ് ഈ ക്ലാസ് ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രമേ മെസ്സേജ് ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ ഞാനൊരു 2-3 വീഡിയോസ്, അതെനിക്ക് ആക്ച്വലി ഒരു 1 വീക്ക് ഫീവർ ആയിപ്പോയതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റാതായിപ്പോയതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ വീഡിയോസ് എടുത്ത് നമ്മുടെ ഓരോ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തതാണ്, സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഒത്തിരി പേര് എന്നോട് പറയുന്നത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൊളീഗ്സൊക്കെ പറയുന്നത്, ഇങ്ങനെ വീഡിയോസൊന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത്, കാരണം ഫ്യൂച്ചർ സ്റ്റുഡൻസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ തിങ്ക് ചെയ്തു, ശരിയാണല്ലോ, വേണ്ടാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇന്നലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ സാൻസ്ക്രിറ്റ് കോളേജിലേക്ക് പോയപ്പോൾ അവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഇങ്ങനെ എന്നെ കണ്ടിട്ട്, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഐഡിയ ഇല്ലാത്ത ഒത്തിരി സ്റ്റുഡൻസ് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്ന ദീപ്തി മാം അല്ലേ, മാമിൻ്റെ വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി യൂസ്ഫുള്ളാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. മാമിൻ്റെ ക്ലാസ്സസ് കേട്ടിട്ട് മാത്രമാണ് എക്സാം എഴുതിയത്, ഞാൻ എന്തായാലും പാസ്സാവും. അങ്ങനെയൊക്കെ വന്ന് എന്നോട് ഇന്നലെ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടായി. നമ്മളറിയാത്ത, ഒരു പ്രാവശ്യം പോലും നമ്മളെ കണ്ടിട്ടില്ലാത്ത ഒത്തിരി സ്റ്റുഡൻസാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ എന്നോട് ആ ഒരു റെസ്പോൺസ് കിട്ടിയപ്പോൾ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനായിട്ട് മാറി. എന്നിട്ട് എന്നോട് ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, മാം ഞങ്ങളെ ഗ്രാമർ എക്സാം ഇനിയിപ്പോൾ വരുന്നുണ്ട്, ഡ്രാമ ആൻഡ് പോയിട്രി മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണം, ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണെന്ന്. അപ്പോൾ എനിക്ക് അത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. എനിവേ താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. ആൻഡ് എഗെയിൻ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ കിട്ടുന്ന റെസ്പോൺസിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാനൊരു ഹോം ട്യൂട്ടറാണ്. ആസ് എ ഹോം ട്യൂട്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷനാണ് ഈ ക്ലാസ് എടുക്കുന്നത് കൊണ്ട്. നമ്മുടെ ടൈമിനനുസരിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാം, നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഭയങ്കര കംഫർട്ടബിളാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നു, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കോളേജിലൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഫാമിലിയെ നോക്കണം, അതുപോലെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് എനിക്ക് ഈ ഹോം ട്യൂട്ടർ എന്നുള്ള രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ആരും വറി ചെയ്യണ്ട കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തത്, അതായത് അഡ്മിഷൻസ് വരുമ്പോൾ എന്നോട് പറയും, മാം ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, സോ ഫീസ് വളരെ കുറഞ്ഞ എമൗണ്ടാണ് മേടിക്കുന്നത്, ഫീസ് പേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് 1-2 പേരെ നമുക്ക് അഫോർഡ് ചെയ്യാം, പക്ഷേ ഒരു 3-4 സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ നമുക്കത് ഇമ്പോസിബിളാണ്. ഞങ്ങളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് വാട്സപ്പിലൊക്കെ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്, മാം വീഡിയോസ് ചെയ്യണം, യൂസ്ഫുള്ളാണെന്ന്. എനിക്ക് എന്തുകൊണ്ടും അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ട്, ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം അവർ അറ്റ് ഫസ്റ്റ് അത് പറയുന്നുണ്ടല്ലോ, റിവീൽ ചെയ്യുന്നുണ്ടല്ലോ. ബട്ട് ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു 5 rupees പോലും പേ ചെയ്യാതെ പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു ഹാഫ് എമൗണ്ട് പേ ചെയ്ത് ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം ടൈം വരെ ഡൗട്ട് ചോദിച്ച് എല്ലാ നോട്ട്സും എടുത്ത് പഠിച്ച് എക്സാമിനേഷന് ഗുഡ് റിസൾട്ടും കിട്ടിയതിന് ശേഷം ഫീസ് പേ ചെയ്യാതെ പോകുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലെയുള്ള ഈ ഹോം ട്യൂട്ടേഴ്സൊന്നും അഡ്വാൻസ് എമൗണ്ട് ഒന്നും മേടിച്ചിട്ടല്ല ഈ ക്ലാസ് എടുക്കുന്നത്.
അപ്പോൾ ഈ അഡ്വാൻസ് എമൗണ്ട് മേടിക്കാതെ, കാരണം നമുക്കറിയാം ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന നമ്മളെല്ലാവരും ഭയങ്കര ലക്ഷൂറിയസ് ഒന്നും അല്ല, എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ കൊളീഗ്സിൻ്റെ എക്സ്പീരിയൻസ് ഇത് തന്നെയാണ്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, സ്റ്റുഡൻസ് അല്ലേ പഠിക്കട്ടെ എന്ന് നമ്മൾ തിങ്ക് ചെയ്യും, ഫീസ് അവർ പേ ചെയ്യുമല്ലോ. ബട്ട് ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യും, നമ്മൾ എത്ര വേണോ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും, ക്ലാസ്സിൽ എത്ര വേണോ റിവിഷൻസ് നടത്തും. പക്ഷേ എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഫീസ് പേ ചെയ്യാതെ പോകുന്നു. അപ്പം നമ്മുടെ ആ ഒരു വിശ്വാസം, നമ്മൾ ഇത്രയൊക്കെ ക്ലാസ് എടുത്തില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഓരോ പ്രാവശ്യവും വിളിക്കുമ്പോൾ കോൾസ് എടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു സ്റ്റുഡൻസിനെക്കാളും എത്രയോ ബെറ്ററാണ് ഫിനാൻഷ്യലി ഞങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സ്റ്റുഡൻസ്. സോ അവരെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അവരെ ഞാൻ കൺസിഡർ ചെയ്തിട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫീസ് എനിക്ക് തരാത്ത സ്റ്റുഡൻസിൻ്റെ ഒന്നും നെയിംസ് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ബട്ട് അങ്ങനെയുള്ള സ്റ്റുഡൻസ് അവർ എന്താണ് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇന്നും ഈ മോഡേൺ ഇറയിലുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഫീൽ ചെയ്യുന്നു. സോ സാഡ്. ആൻഡ് ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ ക്ലാസ്സസ് യൂസ്ഫുൾ ആണെന്ന് പറയുന്ന ഒത്തിരി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കമ്മിങ് ഡേയ്സ് ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഫീവറൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ കമ്മിങ് ഡേയ്സ് ഞാൻ നിങ്ങളുടെ എക്സാമിനേഷന് മുന്നേ തന്നെ ബാക്കി വീഡിയോസ് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കും കേട്ടോ. ആൻഡ് ഐ വിൽ ബി വെരി താങ്ക്ഫുൾ ടു യു. ഞാൻ പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതൊന്നും ഞാൻ ആരോടും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാംസ്. നിങ്ങളുടെ എക്സാം ടുമോറോസ് എക്സാം, അതായത് ഫ്രൈഡേ വരുന്ന എക്സാം 28നുള്ള എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള കാര്യം അറിയാമല്ലോ. അത് ജൂലൈ 10th, അതായത് ഗ്രാമർ പേപ്പർ ജൂലൈ 10th മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇനി BA BComൻ്റെ ഒക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സസ് വരുന്നുണ്ട് കേട്ടോ. BA ഇംഗ്ലീഷിന് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സസാണ് ഞാൻ കൊടുക്കുന്നത്. ട്രിവാൻഡ്രത്ത് തന്നെ അല്ല, കൊല്ലത്തായാലും ഈ കേരള ഡിസ്ട്രിക്റ്റിൽ എനിക്കറിയത്തില്ല, ഞങ്ങളുടെ അവിടെ വന്ന് പഠിച്ച എല്ലാ സ്റ്റുഡൻസും നല്ല മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ട്. 60 above സ്കോർ ചെയ്ത സ്റ്റുഡൻസ് വരെ ഉണ്ട്. ഒത്തിരി നാളുകൊണ്ട് ഈ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എഴുതി കിട്ടാതെ പഠിച്ചിട്ട് ഞങ്ങളുടെ അവിടെ പഠിച്ചിട്ട് 60 above സ്കോർ ചെയ്ത സ്റ്റുഡൻസ് തന്നെ ഉണ്ട്. അവരെ കൊണ്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു എന്നോട്, വീഡിയോസ് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു അത് വേണ്ട, കാരണം അത് അവർ പല ഫീൽഡിലുള്ളവരല്ലേ, പല ഗവൺമെൻറ് ഓഫീസിലും വർക്ക് ചെയ്യുന്നവരല്ലേ. അപ്പോൾ അത് അവർക്ക് തന്നെ അത് ഒരു ഷെയിമായിട്ട് തോന്നും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ക്ലാസ്സസോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷോ BComോ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഏതിൻ്റെ ക്ലാസ്സസിന് വേണമെങ്കിലും എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ MA ഇംഗ്ലീഷ് എക്കണോമിക്സിൻ്റെ ഒക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. MComൻ്റെയും MBAയുടെ ഒക്കെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് SN ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് മാത്രമല്ല BA BComൻ്റെ ഒക്കെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ June 30 ആണ്. 2-3 ഡേയ്സേ വരുന്നുള്ളൂ. അതുപോലെ ഇഗ്നോയിലായാലും June 30 വച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡീറ്റെയിൽസിന് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ സെക്കൻഡ് ഇയർ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് തേർഡ് ഇയറിൻ്റെ ക്ലാസ്സസും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ